ആഭ്യന്തരത്തിനെ മോശപ്പെടുത്തി സംസാരിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. പോലീസുകാർക്ക് മേൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആഭ്യന്തര വകുപ്പിനെ അല്ലാതെ പിന്നെ ആരെയാണ് കുറ്റം പറയേണ്ടത്? അവിടെയാണ് മാധു ഈ 9 വർഷത്തിനിടയിൽ എത്ര ലോക്കപ്പ് മർദ്ദനം വളരെ കുറച്ച് നിയമസഭയിൽ പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞത്. നിയമസഭയിൽ പറഞ്ഞ എണ്ണമാണ്, നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞ എണ്ണമാണ് ഞാൻ പറഞ്ഞത്. അത് കുറവാണ് എന്ന് പറയുന്നത് എത്ര ലജ്ജാകരമാണ്. കാരണം ഒരെണ്ണം ഉണ്ടായിക്കൂടാ. ഞാനൊരു കാര്യം, UDF രമേശ് ചെന്നിത്തല ആഭ്യന്തര ഇപ്പൊ UDF ആണോ ഭരിക്കുന്നത്? ഞാൻ പറയട്ടെ, ലോക്കപ്പ് മർദ്ദനവും അതുപോലെ ലോക്കപ്പ് മർദ്ദനങ്ങളും മറ്റേ ഇപ്പൊ ഈ LDF സർക്കാർ വളരെ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ പോലീസിനെ ഒറ്റയടിക്ക് പെട്ടെന്ന് മാറ്റാൻ കഴിയില്ല. SP അത് വലിയ കോമഡിയാണ്. എന്താണെന്നറിയാമോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ സർക്കാരിന്റെ ഭൂതാവേശമുള്ളവർ ഇപ്പോഴും സേനയിലുണ്ട് എന്നൊരു പരാമർശം ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ആരുടെ ഭൂതാവേശമാണ്? ചോദിക്കട്ടെ, ഇപ്പൊ ഈ പോലീസ്, പഴയ പോലീസ്, ഇടിയം കുട്ടമ്പുള്ള പോലീസിന്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ? ഇന്നിപ്പോ പോലീസ് മാന്യമായിട്ടാണ് പരാതിക്കാരോട് സംസാരിക്കുന്നത്. ഈ 4 ഇടിയം കുട്ടമ്പിള്ളമാരെയാണ് കേരള പോലീസ്. ഈ 4 ഇടിയം കുട്ടമ്പിള്ള പോലീസുമാരെയാണ് ഇപ്പോൾ കേരള പോലീസ് പോറ്റുന്നത്. എന്നിട്ട് ഇരുന്ന് പറഞ്ഞുകൊണ്ട് കാലം കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കുറച്ച് ലജ്ജ വേണ്ടേ? നടപടി എടുത്തില്ലേ? നടപടി ഇത് ആദ്യം ഈ 2 വർഷം എന്നുള്ള ഇത് വീഡിയോയിൽ ഇപ്പൊ അത് വന്നപ്പോ തന്നെ അവരെ സ്ഥലം മാറ്റി. സ്ഥലം മാറ്റുന്നത് ചെറിയ ശിക്ഷയല്ല, വലിയ ശിക്ഷ തന്നെയാണ്. മറ്റൊരു സ്റ്റേഷനിൽ പോകുക, പിന്നെ ഭാര്യ മക്കളെയും എല്ലാം അവിടെ കൊണ്ടുപോകുന്നവർ, അത് ശിക്ഷ തന്നെയാണ്. ഇനിയിപ്പോ ഈ വീഡിയോ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ അത് അന്വേഷിക്കണം. ഈ വീഡിയോ പുറത്തു വന്നത് എങ്ങനെയാണ്? നേരത്തെ സുജിത്ത് എന്ന് പറയുകയാണ്, അവിടെ ഈ കേരളത്തിലുള്ള സകല പോലീസ് സ്റ്റേഷനിലും CCTV ദൃശ്യങ്ങൾ അടിച്ചുപോയി എന്ന് പറയുക. അവിടെ പോക്സോ കേസ് എങ്ങനെ രാത്രി 12 വരെക്ക് വിളിച്ചുകൊണ്ട് പോയപ്പോ പോക്സോ കേസ് പ്രതികൾ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് പറ്റില്ല. ഇങ്ങനെ പച്ചക്കള്ളം ജനങ്ങൾക്ക് മുന്നിൽ നിയമ സംവിധാനത്തിലൂടെ പറയാൻ കഴിയുന്ന പോലീസ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിയും വിവേകമുള്ള പോലീസ് നമ്മളെ കേരള പോലീസാണെന്ന് എല്ലാവരും സമ്മതിച്ചതാണ്. ഈ പോലീസിനെ ഒന്നടങ്കം നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. ലോകത്തുള്ള എല്ലാ പോലീസ് സംവിധാനത്തിലെയും ബുദ്ധി പരീക്ഷയൊന്നും ഇവിടെ നടത്തിയിട്ടില്ല. ഇല്ല, ഇവിടെ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. അതിൽ കൃത്യമായ നടപടി വേണമെന്ന് പ്രതിപക്ഷമടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതാണ് പോലീസ് സംവിധാനം. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ആരോഗ്യവും കവർന്നെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടുക എന്ന് പറയുന്നത് പൗരന്മാരുടെ ആവശ്യമാണ്. ആ ആവശ്യം ആഭ്യന്തര വകുപ്പിന് മുന്നിൽ വെക്കുന്നു. വളരെ വെള്ള തുണി എടുത്തോളൂ, എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ടിടോ, ഇനിയും തല്ല.